ന്യായാധിപന്മാർ അധ്യായം 20. അനന്തരം ഇസ്രായേൽ മക്കൾ ഒക്കെയും പുറപ്പെട്ടു ദാൻ മുതൽ ബെർശേബ വരെയും ഗിലെയാദ് ദേശത്തുമുള്ള സഭയൊക്കെയും ഏക മനസ്സോടെ മിസ്പയിൽ യഹോവയുടെ സന്നിധിയിൽ വന്നുകൂടി. ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളുമായ സർവ്വജനത്തിന്റെയും പ്രധാനികളും ആയുധപാണികളായ 4,00,000 കാലാളും ദൈവത്തിന്റെ ജനസംഘത്തിൽ വന്നു നിന്നു. ഇസ്രായേൽ മക്കൾ മിസ്പയിലേക്ക് പോയെന്ന് ബെന്യാമീനർ കേട്ടു. അപ്പോൾ ഇസ്രായേൽ മക്കൾ ഈ ദോഷം എങ്ങനെ സംഭവിച്ചു എന്ന് പറവീൻ എന്ന് പറഞ്ഞതിന് കൊല്ലപ്പെട്ട സ്ത്രീയുടെ ഭർത്താവായ ലേവ്യൻ ഉത്തരം പറഞ്ഞത്, ഞാനും എന്റെ ഭാര്യയും ബെന്യാമീൻ ദേശത്ത് ഗിബയിൽ രാപാർപ്പം ചെന്നു. എന്നാൽ ഗിബെയ നിവാസികൾ എന്റെ നേരെ എഴുന്നേറ്റ് രാത്രിയിൽ എന്റെ നിമിത്തം വീട് വളഞ്ഞ് എന്നെ കൊല്ലുവാൻ ഭാവിച്ചു. എന്റെ പാർട്ടിയെ അവർ ബലാത്കാരം ചെയ്തതിനാൽ അവൾ മരിച്ചുപോയി. അവർ ഇസ്രായേലിൽ ദുഷ്കർമ്മവും വഷത്വവും പ്രവർത്തിച്ചുകൊണ്ട് ഞാൻ എന്റെ വെപ്പാട്ടിയെ കണ്ടമാക്കി ഇസ്രായേലിന്റെ അവകാശ ദേശത്തൊക്കെയും കൊടുത്തയച്ചു. നിങ്ങൾ എല്ലാവരും ഇസ്രായേലരല്ലോ, ഇത് നിങ്ങളുടെ അഭിപ്രായവും ആലോചനയും പറവിൻ. അപ്പോൾ സർവ്വജനവും ഒന്നായിട്ട് എഴുന്നേറ്റ് പറഞ്ഞത്, നമ്മിൽ ആരും തന്റെ കൂടാരത്തിലേക്ക് പോകരുത്, ആരും വീട്ടിലേക്ക് തിരികുകയും അരുത്. നാം ഇപ്പോൾ ഗിബെയോട് ചെയ്യേണ്ടുന്ന കാര്യമാവത്, നാം അത് സംബന്ധിച്ച് ചീട്ടിടണം. അവർ ഇസ്രായേലിൽ പ്രവർത്തിച്ച സകല വഷളത്വത്തിന് പകരം ചെയ്യേണ്ടതിന് ജനം ഗിബെയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് വേണ്ടി ഭക്ഷണ സാധനങ്ങൾ പോയി കൊണ്ടുവരുവാൻ ഇസ്രായേൽ ഗോത്രങ്ങളിൽ 110 പേരെയും 1000 100 പേരെയും 10,000 1000 പേരെയും എടുക്കണം. അങ്ങനെ ഇസ്രായേലിയരൊക്കെ ആ പട്ടണത്തിന് വിരോധമായി ഏക മനസ്സോട് യോജിച്ചു. പിന്നെ ഇസ്രായേൽ ഗോത്രങ്ങൾ ബെന്യാമീൻ ഗോത്രത്തിലെങ്ങും ആളയച്ചു, നിങ്ങളുടെ ഇടയിൽ ഇങ്ങനെ ഒരു ദോഷം നടന്നതെന്ത്? ഗിബെയിലെ ആ നീചന്മാരെ ഞങ്ങൾക്കൊന്ന് ഇസ്രായേലിൽ നിന്ന് ദോഷം നീക്കി കളയേണ്ടതിന് അവരെ ഏൽപ്പിച്ചു തരുവീൻ എന്ന് പറയിച്ചു. ബെന്യാമീനോ ഇസ്രായേൽ മക്കളായ തങ്ങളുടെ സഹോദരന്മാരുടെ വാക്ക് കേട്ടനുസരിക്കാൻ മനസ്സിലാതെ ഇസ്രായേൽ മക്കളോട് യുദ്ധത്തിന് പുറപ്പെടുത്തക്കവണ്ണം തങ്ങളുടെ പട്ടണങ്ങളിൽ നിന്ന് ഗിബെയിൽ വന്നുകൂടി. അന്ന് ഗിബെയ നിവാസികളിൽ എന്നെ തിരിച്ച 700 വിരുദ്ധന്മാരെ കൂടാതെ പട്ടണങ്ങളിൽ നിന്ന് വന്ന ബെന്യാമീനർ 26,000 ആയുധപാണികൾ ഉണ്ടെന്ന് എണ്ണം കണ്ടു. ഈ ജനത്തിലെല്ലാം ഇടത്ത് കയ്യന്മാരായ 700 ബിരുദന്മാർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത കവനക്കാരായിരുന്നു. ബെന്യാമീൻ ഒഴികെയുള്ള ഇസ്രായേലിയർ 4,00,000 ആയുധപാണികളായിരുന്നു. അവരെല്ലാവരും യോദ്ധാക്കൾ തന്നെ. അനന്തരം ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബേഥേലിലേക്ക് ചെന്നു. ബെന്യാമീനോട് പടപെട്ടുവാൻ ഞങ്ങളെ ആർ മുമ്പനായി ചെല്ലേണ്ടു എന്ന് ദൈവത്തോട് അരുളപ്പാട് ചോദിച്ചു. യഹൂദ മുമ്പനായി ചെല്ലട്ടെ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേൽ മക്കൾ രാവിലെ എഴുന്നേറ്റ് ഗിബെയ്ക്ക് നേരെ പാളയം ഇറങ്ങി. ഇസ്രായേലിലെ ബെന്യാമീനോട് യുദ്ധം ചെയ്യുവാൻ പുറപ്പെട്ട ഗിബെയിൽ അവരുടെ നേരെ അണിനിരന്നു. ബെന്യാമീനോ ഗിബെയിൽ നിന്ന് പുറപ്പെട്ട് ഇസ്രായേലിൽ 22,000 പേരെ അന്ന് സംഹരിച്ചു വീഴ്ചു. ഇസ്രായേൽ മക്കൾ യഹോവയുടെ സന്നിധിയിൽ ചെന്ന് സന്ധ്യ വരെ കരഞ്ഞു. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനോട് ഞങ്ങൾ ഇനിയും യുദ്ധത്തിന് പോകണമോ എന്ന് യഹോവയോട് ചോദിച്ചു. അവർ നേരെ ചെല്ലുവിൻ എന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലിയരായ പടജനം ധൈര്യപ്പെട്ട് 1-ാം ദിവസം അണിനിരുന്ന സ്ഥലത്ത് തന്നെ പിന്നെയും പടയ്ക്ക് അണിനിരുന്നു. ഇസ്രായേൽ മക്കൾ 2-ാം ദിവസവും ബെന്യാമീനോട് അടുത്തു. ബെന്യാമീന്റെ 2-ാം ദിവസവും ഗിബെയിൽ നിന്ന് അവരുടെ നേരെ പുറപ്പെട്ട് ഇസ്രായേൽ മക്കൾ പിന്നെയും 18,000 പേരെ സംഹരിച്ചു വീഴ്ചു. അവരെല്ലാവരും യോദ്ധാക്കളായിരുന്നു. അപ്പോൾ ഇസ്രായേൽ മക്കളൊക്കെയും സർവ്വജനവും കയറി ബേഥേലിലേക്ക് ചെന്നു. അവിടെ യഹോവയുടെ സന്നിധിയിൽ കരഞ്ഞുകൊണ്ട് അന്ന് സന്ധ്യ വരെ ഉപവസിച്ചു പാർത്തു. യഹോവയുടെ സന്നിധിയിൽ ഹോമയാഗങ്ങളും സമാധാനയാഗങ്ങളും അർപ്പിച്ചു. പിന്നെ ഇസ്രായേൽ മക്കൾ യഹോവയോട് ചോദിച്ചു. അക്കാലത്ത് ദൈവത്തിന്റെ നിയമപ്പെട്ടത് അവിടെ ഉണ്ടായിരുന്നു. അഹരോന്റെ മകനായ എലെയാസാരിന്റെ മകൻ ഫീനഹാസ് ആയിരുന്നു അക്കാലത്ത് തിരുസന്നിധിയിൽ നിന്നിരുന്നത്. ഞങ്ങളുടെ സഹോദരന്മാരായ ബെന്യാമീനോട് ഞങ്ങൾ ഇനിയും പടയെടുക്കണമോ ഒഴിഞ്ഞു കളയണമോ എന്നവർ ചോദിച്ചതിന്, ചെല്ലുവിൻ, നാളെ ഞാൻ അവരെ നിന്റെ കയ്യിൽ ഏൽപ്പിക്കുമെന്ന് യഹോവ അരുളി ചെയ്തു. അങ്ങനെ ഇസ്രായേലിയർ ഗിബെയ്ക്ക് ചുറ്റും പതിയിരിപ്പുകാരെ ആക്കി. ഇസ്രായേൽ മക്കൾ 3-ാം ദിവസവും ബെന്യാമീനോട് നേരെ പുറപ്പെട്ടു മുമ്പിലത്തെ പോലെ ഗിബെയുടെ നേരെ പടയ്ക്ക് അണിനിരുന്നു. ബെന്യാമീനർ പടജനത്തിന് നേരെ പുറപ്പെട്ടു പട്ടണം വിട്ടു പുറത്തായി. ബേഥേലിലേക്കും വയലിൽ കൂടി ഗിബെയിലേക്കും പോകുന്ന 2 പെരുവഴികളിൽ വെച്ച് മുമ്പിലത്തെ പോലെ പടജനത്തെ ചിലരെ വെട്ടി തുടങ്ങി. ഇസ്രായേൽ ഏകദേശം 30 പേരെ കൊന്നു. അവർ മുമ്പത്തെ പോലെ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് ബെന്യാമീനർ പറഞ്ഞു. ഇസ്രായേൽ മക്കളോ, നാം ഓടി അവരെ പട്ടണത്തിൽ നിന്ന് പെരുവഴികളിലേക്ക് ആകർഷിക്കുക എന്ന് പറഞ്ഞിരുന്നു. ഇസ്രായേലൊക്കെയും തങ്ങളുടെ സ്ഥലത്ത് നിന്ന് പുറപ്പെട്ട് ബാൽ താമാരിൽ പടയ്ക്ക് അണിനിരുന്നു. ഇസ്രായേലിയുടെ പതിയിരിപ്പുകാരും ഗിബെയുടെ പുൽപ്പുറത്ത് തങ്ങളിൽ ഇടുന്നിടത്ത് നിന്ന് പുറപ്പെട്ടു. എല്ലാ ഇസ്രായേലിൽ നിന്ന് തിരഞ്ഞെടുത്തിരുന്ന 10,000 പേർ ഗിബെയുടെ നേരെ ചെന്നു. പട കഠിനമായി മുറുകിയെങ്കിലും ആപത്തടുത്തിരിക്കുന്നുവെന്ന് അവർ അറിഞ്ഞില്ല. യഹോവ ബെന്യാമീനരെ ഇസ്രായേലിന്റെ മുമ്പിൽ തോൽക്കുമാറാക്കി. അന്ന് ഇസ്രായേൽ മക്കൾ ബെന്യാമീനിൽ 25,100 പേരെ സംഹരിച്ചു. അവർ എല്ലാവരും ആയുധപാണികളായിരുന്നു. ഇങ്ങനെ ബെന്യാമീനർ തങ്ങൾ തോറ്റു എന്ന് കണ്ടു. എന്നാൽ ഇസ്രായേലിയർ ഗിബെയ്ക്കരികെ ആക്കിയിരുന്ന പതിയിരിപ്പുകാരെ വിശ്വസിച്ചിരുന്നതുകൊണ്ട് ബെന്യാമീനർക്ക് സ്ഥലം കൊടുത്തു. ഉടനെ പതിയിരിപ്പുകാർ ഗിബെയിൽ പാഞ്ഞു കയറി പതിയിരിപ്പുകാർ നീളെ നടന്ന് പട്ടണത്തെയൊക്കെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു കളഞ്ഞു. പട്ടണത്തിൽ നിന്ന് അടയാളമായിട്ട് ഒരു വലിയ പുക പൊങ്ങുമാറാക്കണമെന്ന് ഇസ്രായേലിലെ പതിയിരിപ്പുകാരുമായി പറഞ്ഞു ഒത്തിരുന്നു. ഇസ്രായേലിലെ പടയിൽ പിൻവാങ്ങിയപ്പോൾ ബെന്യാമീനർ ഇസ്രായേലിയരെ വെട്ടി തുടങ്ങി. ഏകദേശം 30 പേരെ കൊന്ന് മുൻകഴിഞ്ഞ പടയിലെ പോലെ അവർ നമ്മുടെ മുമ്പിൽ തോറ്റോടുന്നു എന്ന് അവർ പറഞ്ഞു. എന്നാൽ പട്ടണത്തിൽ നിന്ന് അടയാളം ഒരു വലിയ പുകത്തൂണായി പൊങ്ങി തുടങ്ങിയപ്പോൾ ബെന്യാമീനർ പിന്നോട്ട് നോക്കി. പട്ടണം മുഴുവൻ ആകാശത്തോളം കത്തി പൊങ്ങുന്നത് കണ്ടു. ഇസ്രായേലിയർ തിരിഞ്ഞപ്പോൾ ബെന്യാമീനർ തങ്ങൾക്ക് ആപത്ത് ഭവിച്ചു എന്ന് കണ്ടു. അവർ ഇസ്രായേൽ മക്കളുടെ മുമ്പിൽ നിന്ന് മരുഭൂമിയിലേക്കുള്ള വഴിക്ക് തിരിഞ്ഞു. പട അവരെ പിന്തുടർന്നു. പട്ടണങ്ങളിൽ നിന്നുള്ളവരെ അവർ അതിന്റെ മധ്യയെ വെച്ച് സംഹരിച്ചു. അവർ ബെന്യാമീനെ വളഞ്ഞു ഓടിച്ചു ഗിബെയ്ക്കെതിരെ കിഴക്ക് അവരുടെ വിശ്രാമ സ്ഥലത്ത് വെച്ച് പിടികൂടി. അങ്ങനെ ബെന്യാമീനിൽ 18,000 പേർ പട്ടുപോയി. അവർ എല്ലാവരും പരാക്രമശാലികളായിരുന്നു. അപ്പോൾ അവർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറയ്ക്ക് ഓടി. അവരിൽ 5,000 പേരെ പെരുവഴികളിൽ വെച്ച് ഒറ്റയായി പിടിച്ചു കൊന്നു. മറ്റവരെ ഗിദോമോളം പിന്തുടർന്ന് അവരിലും 2,000 പേരെ വെട്ടിക്കളഞ്ഞു. അങ്ങനെ ബെന്യാമീനിൽ ആകെ 25,000 ആയുധപാണികൾ അന്ന് പെട്ടുപോയി. അവർ എല്ലാവരും പരാക്രമശാലികൾ തന്നെ. എന്നാൽ 600 പേർ തിരിഞ്ഞ് മരുഭൂമിയിൽ റിമ്മോൻ പാറ വരെ ഓടി അവിടെ 4 മാസം പാർത്തു. ഇസ്രായേലിയർ പിന്നെയും ബെന്യാമീനോട് നേരെ തിരിഞ്ഞ് ഓരോ പട്ടണം മുഴുവനെയും മൃഗങ്ങളെയും കണ്ട സ്ഥലത്തെയും വാളിന്റെ വായ്ത്തലയാൽ സംഹരിച്ചു. അവർ കണ്ട എല്ലാ പട്ടണങ്ങളും തീ വെച്ച് ചുട്ടുകളഞ്ഞു.